വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു 1.5 കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ആളെ കൊമേഴ്സ്യൽ സിനിമ ഗവൺമെന്റ് ആകുമ്പോഴുള്ള കുഴപ്പമാണ്. ഇത് പബ്ലിക് ഫണ്ട്സ് ആണ് സാറേ. സർക്കാർ തയ്യാറാണ്. സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ എന്റെ കൺവിഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന്. പക്ഷെ സർക്കാർ ചെയ്യുന്ന ഈ 1.5 കോടി കിട്ടുന്ന പൈസ കൊണ്ട് 1.5 കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം AK ബാലനും ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ്. പക്ഷെ ഇന്നത്തെ ആ സാഹചര്യം മാറി. ഇന്നിപ്പം പറഞ്ഞില്ലേ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം. അതിനുള്ള സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു. തിയേറ്ററുകളിലേക്ക് ഓരോ പെട്ടിയും കൊണ്ട് പോകുന്നുണ്ടോ? ഇന്നില്ലല്ലോ. ഇന്നെല്ലാം സാറ്റലൈറ്റ് വരികയാണ്. പ്രിന്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചെലവാക്കുന്നില്ല. അങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ 1.5 കോടി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഉപയോഗിച്ച് 3 പേർക്ക് പണം എടുക്കാം. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? പറയുമ്പോഴുള്ള പ്രശ്നം, സിനിമ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പട്ടികജാതിക്കാരൻ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല. സാറ് പറയുകയാണ്. സാറിപ്പോ പറയുന്നത് അല്ല, ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം എടുക്കുന്നതിന്റെ എന്റെ സ്വപ്നം എന്ത് ഉദ്ദേശമാണ്? ഒരു ആർട്ടിസ്റ്റിന് സ്വപ്നമായിരിക്കും സാറ്. ഞാനിപ്പോ എനിക്ക് പിന്നെ എന്താണ് BMW കാർ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്റെ സ്വപ്നമാണെന്നോ? അത് സാക്ഷാത്കരിക്കേണ്ട ഗവൺമെന്റ് ചുമതലയാണോ? പിന്നെ അല്ലാതെ അത് കല കൊണ്ടാണോ നിങ്ങൾ സൂപ്പർ സ്റ്റാറിനെ അന്വേഷിച്ച് പോകുന്നത്? കലയ്ക്കല്ല. അത് വേറൊരു തരം സിനിമ എടുക്കാൻ വേണ്ടിയാണ്. സൂപ്പർ സ്റ്റാറിനെ അന്വേഷിച്ച് പോകുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അതൊരു കലാസൃഷ്ടിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും ആവശ്യമില്ല. സർക്കാർ സഹായത്തിന് നിരവധി പേർ അപേക്ഷ നൽകുകയും അതിൽ നിന്ന് പരിശോധിച്ചതിന് ശേഷമാണോ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അപ്പൊ അത് കൃത്യമായി ഒരു പരിശോധന. ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒന്നും തെറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഫിലിം എടുക്കുന്നതിനായിട്ട് എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം. ഇതിനെപ്പറ്റി അവനവൻ കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം. അതാണ് പറഞ്ഞത്. അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവർക്ക് നല്ലതാണ്. അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രത്യക്ഷനാവുകയല്ല വേണ്ടത്. അവരവിടെ നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം. അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസാണ് നിങ്ങൾക്ക് ഈ പടം എടുക്കാൻ കിട്ടുന്നത്. ഷെഡ്യൂൾ കാസ്റ്റിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഒരു പടം എടുത്ത് ഗവൺമെന്റിന്റെ പൈസയിൽ പടം എടുത്തു അപ്രത്യക്ഷനാവരുത്. ഇവര് ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയണം. അത് ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ കാസ്റ്റിനെ അന്വേഷിച്ച് വരുന്ന നടക്കുകയില്ല. ഇത് ഒന്നാമത് ഈ മാധ്യമത്തെ പറ്റി അറിയണം ആദ്യം. എന്നിട്ട് പടം എടുത്ത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും. ആരും നിങ്ങളെ ഫൈനാൻസ് ചെയ്യാൻ തയ്യാറാവും. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞ എല്ലാം പറഞ്ഞു കഴിഞ്ഞു.